സ്നേഹം നീ നാഥ, കാരുണ്യം നീ, പാപം പോക്കൂ നീ, ദേവസുതനേ. മൂകമരുഭൂവിൽ ജീവജലമായി നീ, ദാഹാർത്തരിവരിൽ സദാ ചേരണേ. അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്നും ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട വ്യക്തികൾ. ഇപ്പോൾ എന്നേക്കാൾ കഴിവ് കുറഞ്ഞ ഒരു വ്യക്തി, എന്നേക്കാൾ മോശമായിട്ടുള്ള ഒരു വ്യക്തി, മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ടുള്ളതല്ല, അങ്ങനെയുള്ള ഒരു വ്യക്തികളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് തയ്യാറായി കഴിയുമ്പോൾ അവിടെ ഞാൻ ദൈവത്തെയാണ് സ്വീകരിക്കുന്നത്. കപ്പുച്ചിൻ സാഹോദര്യം പരിശീലനത്തിലൂടെ ഞങ്ങൾ നേടിയെടുക്കുമ്പോൾ അതിലൊരു പ്രധാന സ്ഥലം ഈ സെമിനാരിയാണ്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യനാഥന് ഞങ്ങൾ സ്വയം സമർപ്പിച്ച് ആ ദിവസത്തെ ഉത്തരവാദിത്വങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ഓരോ ദിവസവും വിവിധ തരത്തിൽപ്പെട്ട പഠന പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും വിനോദങ്ങളുമായി ഞങ്ങൾ നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാഹോദര്യത്തിൻ്റെ സന്തോഷം ഞങ്ങൾ അനുഭവിച്ചറിയുക തന്നെയാണ്. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഒരുക്കുന്നത് ഞങ്ങൾ സഹോദരന്മാർ തന്നെയാണ്. ആശ്രമത്തിലെ അച്ഛന്മാർ, അതിഥികൾ, സെമിനാരിലെ ബ്രദേഴ്സ് എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ഏറെ ഉത്സാഹപൂർവ്വം ചെയ്യുന്ന ഈ ജോലിയിലാണ് സഹോദരന്മാരിൽ ഏറെ പേരും പങ്കുചേരുന്നത്. ആശ്രമത്തിലും സെമിനാരിയിലും പലയിടത്തായി മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. ദിവസത്തിൽ 2 പ്രാവശ്യം അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ചുമതലയും ഇതോടൊപ്പം ചെയ്യുന്നു. സഹജീവികളോടുള്ള സ്നേഹം ഫ്രാൻസിസിൻ്റെ ഒരു പ്രധാന സവിശേഷതയായിരുന്നു. അതുതന്നെയാണ് ഞങ്ങൾ ഇവിടെയും പരിശീലിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടാണ്. ഇവിടെയുള്ള എല്ലാ ജോലികളും ആ ബോധ്യത്തോടെ ഞങ്ങൾ നിറവേറ്റുന്നു. സെമിനാരിലെ ഈ ഗാർഡനിൽ റെക്ടറച്ചനോടൊപ്പം സഹായിക്കുന്നതാണ് എന്നെയും ഡോണിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. സെമിനാരിലെ ഈ ചെടികൾക്കും പൂക്കൾക്കും ആവശ്യമായ വെള്ളവും വളവും എങ്ങനെ നൽകണമെന്നും ആരംഭത്തിലെ അവയ്ക്ക് ആവശ്യമായ വളങ്ങൾ എത്രത്തോളം നൽകണമെന്നും റെക്ടറച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. സെമിനാരിലെ ഈ ജീവിതത്തിൽ ഈ പൂക്കളും ചെടികളും ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലും മനസ്സിൽ നൽകുന്ന വിശാലതയും വളരെ വലുതാണ്. രാവിലെയുള്ള ജോലികൾക്ക് ശേഷം ഞങ്ങൾ സ്റ്റഡി റൂമിൽ എത്തുകയും 9 മണി മുതൽ വിവിധ വിഷയങ്ങളിലുള്ള പഠനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഇതോടൊപ്പം വിവിധ സംഗീതോപകരണങ്ങളുടെ പരിശീലനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഓരോരുത്തരുടെയും കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അധ്യയന രീതി ഞങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. ഞാൻ ഈ സെറാഫിക് സെമിനാരിൽ വന്നതിന് ശേഷം ഒരുപാട്
പുസ്തകങ്ങൾ വായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ശരിക്കും പുസ്തകങ്ങൾ നമ്മളെ ഒരുപാട് രൂപപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു ലൈബ്രറി, ഈ ഒരു സെമിനാരിയുടെ ഏറ്റവും പ്രധാന ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. 10,000-ലേറെ പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഇവിടേക്ക് കടന്നു വരാനായിട്ട് ഞങ്ങൾ എല്ലാവരും വളരെ താല്പര്യം കാണിക്കാറുണ്ട്. എല്ലാത്തിനെയും പറ്റി വായിച്ച് മനസ്സിലാക്കാനും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സഹായിക്കുന്ന ഒരു ഇടമാണ് ഈ ബ്രെയിൻ ജിം. ഇവിടെ വന്നിട്ടൊക്കെയാണ് പ്രാവുകളെ കുറിച്ച് കാണുന്നത്, അതിനെക്കുറിച്ച് അറിയുന്നതൊക്കെ. അപ്പോൾ ഇവിടെ ഇന്ന് ഇത്രയും പ്രാവുകളുണ്ട്. പാൻഡേൽ, ഷോർട്ട് ഫേസ്, ചൈനീസ് ഔൾ, മുദിന, സാറ്റി. രാവിലെ 2 ഡ്യൂട്ടീസാണുള്ളത്. ഒന്ന് ഔട്ട്സൈഡ് വർക്കും ഒന്ന് ഇൻസൈഡ് വർക്കും. ഔട്ട്സൈഡ് വർക്കിൽ ചെയ്യാനുള്ളത് ബ്രഹ്മിക്ക് ആദ്യം ചോറ് കൊടുക്കണം. രാവിലെ കോക്ടെയിലിൻ്റെയും ലവ് ബേർഡ്സിൻ്റെയും ഇതിനെ പയറ്റണം. അത് കഴിഞ്ഞ് നമ്മൾ ഇൻസൈഡ് വർക്ക് കയറും. പ്രാവുകൾക്ക് വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തു കഴിഞ്ഞ് ഫുഡ് കൊടുക്കുക. ഫുള്ളായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് കിട്ടും. പിന്നെ റിസർച്ച് പറയുന്ന പോലെ ആയിരിക്കും ഇവിടെ ബേർഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അഥവാ ഇന്ന് തിരിച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ തന്നെ വരച്ച് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അതിനെ നല്ലപോലെ നോക്കും. ആരോഗ്യപ്രദമായ ജീവിതം നയിക്കുന്നതിന് കായിക പരിശീലനവും വിനോദവും ഏറെ പ്രാധാന്യമുള്ളതാണ്. ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ ഈ കായിക വിനോദങ്ങളിൽ സഹോദരന്മാർ ഏർപ്പെടുന്നു. ശരീരത്തോടൊപ്പം മനസ്സിൻ്റെ നിയന്ത്രണവും സന്യാസ പരിശീലനത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. യോഗ ഈ കാര്യത്തിൽ ഏറെ സഹായകമാണ്. പ്രഭാതത്തിലുള്ള ഈ പരിശീലനം ആ ദിവസം ഞങ്ങൾക്ക് ഉന്മേഷകരമാക്കി മാറ്റുന്നു. നമുക്കിവിടെ സെമിനാരിയിൽ 3 പട്ടികളാണുള്ളത്. 3 പൊമേറിയനാണ്. നമുക്കിവിടെ വർക്കെന്ന് പറയുന്നത് 3 സമയമാണ്. രാവിലത്തെ വർക്കെന്ന് പറയുന്നത് പാല് എടുത്തോണ്ട് ഇവർക്ക് കൊടുക്കും. അതിനുശേഷം ഇവർ തുറന്നു വിടും. പിന്നെ കുളിപ്പിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. ഇവർക്കിപ്പം ബില്ലിക്കും ബ്രൂണയ്ക്കും കൂടെ 3 മക്കളുണ്ടായിട്ടുണ്ട്. ഇവരെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം നമ്മളിവരെ സ്നേഹിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഇവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും നടക്കുന്ന നീഡിങ് പ്രോസസ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞങ്ങൾ ഒരു 6 ബ്രദേഴ്സ് എല്ലാ ആഴ്ചയും ടേൺ അനുസരിച്ച് മാറി മാറി നീഡിങ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇത് രാവിലെ ഒരു 5:30 തുടങ്ങി ഒരു 8:30 വരെ നീളുന്ന ഒരു 3 മണിക്കൂർ നീളമുള്ള ഒരു പ്രോസസ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വന്തം കൈകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ അച്ഛന്മാരും നമ്മുടെ ഹോസ്റ്റലിലെ കുട്ടികളും എല്ലാം ഈ ഭക്ഷണം തന്നെയാണ് അന്നേ ദിവസം കഴിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ മടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം ഒരുപാട് കായിക അധ്വാനം ആവശ്യമുണ്ട് ഇതിന്. പക്ഷേ ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കൂട്ടമായിട്ട് അത് ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ ആസ്വദിച്ച് ഞങ്ങളത് ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്താണ് ഞങ്ങൾ ആ പ്രോസസ്സ് ചെയ്യുന്നത്. തികഞ്ഞ നിഷ്ഠയിലും സമയക്രമത്തിലുമുള്ള പരിശീലനമാണ് ഒരു കപ്പൂച്ചിൻ സന്യാസിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആധാരം. വിശുദ്ധ ഫ്രാൻസിസ് വിഭാവനം ചെയ്ത മാതൃക പിന്തുടർന്ന് ഈ യാത്ര തുടരുമ്പോൾ സ്വർഗത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ പ്രതിഫലിക്കാൻ അത് കാരണമാകുന്നു. ഈ ബോധ്യം ഓരോ ദിവസവും ഗുരുനാഥന്മാർ ഞങ്ങളിലേക്ക് പകരുന്നു.
അവരുടെ കരങ്ങൾ പിടിച്ച് ഈ യാത്രയിൽ ഞങ്ങൾ മുന്നേറുന്നു. ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല, കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. ഇനിയൊരു ജന്മമേൽ മനസ്സിലായി ചേരുമോ? ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും